വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം. മോശയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളെല്ലാം പാലിക്കുവിൻ. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്തായിരിക്കുന്ന നാളിൽ നീ വലിയ ശിലകൾ സ്ഥാപിച്ച് അവ കുമ്മായം പൂശണം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് തരുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പ്രവേശിക്കാനായി നീ കടക്കുമ്പോൾ ഈ നിയമത്തിലെ വാക്കുകളെല്ലാം നീ അവയിൽ എഴുതണം. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന ഈ ശിലകൾ ഏബാൽ പർവ്വതത്തിൽ സ്ഥാപിച്ച് അവ കുമ്മായം പൂശണം. അവിടെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു ബലിപീഠം, കല്ലുകൊണ്ടുള്ള ബലിപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പ് പായിക്കരുത്. ചെത്തിയൊരുക്കാത്ത കല്ലുകൾ കൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠം പണിയേണ്ടത്. അതിന്മേൽ നിന്റെ ദൈവമായ കർത്താവിന് നീ ഹോമയാഗങ്ങൾ അർപ്പിക്കണം. സമാധാന ബലികൾ നീ അർപ്പിക്കുകയും അവിടെ വെച്ച് ഭക്ഷിച്ച് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുകയും വേണം. ആ കല്ലുകളിൽ മേൽ ഈ നിയമത്തിലെ എല്ലാ വാക്കുകളും സൂക്ഷ്മമായും വ്യക്തമായും നീ എഴുതണം. മോശയും ലേവായ പുരോഹിതരും ഇസ്രായേൽ മുഴുവനോടും ഇപ്രകാരം പ്രസ്താവിച്ചു: ഇസ്രായേലെ, നിശബ്ദമായി കേൾക്കുക. ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിന്റെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം കേൾക്കുകയും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്യുക. അന്നു തന്നെ മോശ ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗെരിസിം മലയിൽ നിൽക്കണം. റൂബൻ, ഗാദ്, ആശേർ, സെബുലൂൺ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ മലയിൽ ശാബത്തിനായും നിൽക്കണം. അപ്പോൾ ലേവായർ ഓരോ ഇസ്രായേൽക്കാരനോടും ഉച്ചസ്വരത്തിൽ മറുപടിയായി പറയണം: ശില്പിയുടെ കരവേലയായി കർത്താവിന് നിന്ദ്യമായ വിഗ്രഹമോ വാർപ്പുരൂപമോ ഉണ്ടാക്കി രഹസ്യത്തിൽ വയ്ക്കുന്നയാൾ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പ്രതിവചനമായി പറയണം: ആമേൻ. പിതാവിനെയോ മാതാവിനെയോ അവമതിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തന്റെ അയൽക്കാരന്റെ അതിർത്തി മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പ്രവാസി, അനാഥൻ, വിധവ എന്നിവരുടെ ന്യായം അട്ടിമറിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. സ്വപിതാവിന്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്തെന്നാൽ തന്റെ പിതാവിന്റെ ഉടയാടയാണ് അവൻ അനാവരണം ചെയ്യുന്നത്. ജനമെല്ലാം പറയണം: ആമേൻ. ഏതു മൃഗത്തോടും കൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തന്റെ പിതാവിന്റെ മകളോ മാതാവിന്റെ മകളോ ആയ സഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അമ്മായി അമ്മയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തന്റെ അയൽക്കാരനെ രഹസ്യത്തിൽ വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. രക്തപാതകിയല്ലാത്തവനെ ഹനിക്കാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. ഈ നിയമത്തിന്റെ വാക്കുകൾ അനുഷ്ഠിക്കേണ്ടതിന് അവ മുറുകി പിടിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം നീ പൂർണ്ണമായും ശ്രവിച്ച് ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ജാഗ്രതയോടെ അനുഷ്ഠിക്കുമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഭൂമിയിലെ എല്ലാ ജനതകളുടെയും മേൽ ഉന്നതനായി സ്ഥാപിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം നീ ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ വന്ന് നിന്നെ ചൂഴ്ന്നു നിൽക്കും. നഗരത്തിൽ നീ അനുഗ്രഹീതനായിരിക്കും, വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ ഉദരഫലവും നിന്റെ ഭൂമിയുടെ വിളവും നിന്റെ മൃഗസമ്പത്തായ കാലുകൂട്ടത്തിന്റെ കിടാക്കളും ആട്ടിൻപറ്റത്തിന്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹീതമാകും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന പാത്രവും അനുഗ്രഹീതമാകും.
നീ അകത്തു വരുമ്പോൾ അനുഗ്രഹീതനായിരിക്കും, പുറത്തു പോകുമ്പോഴും അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ ഉയരുന്ന നിന്റെ ശത്രുക്കളെ കർത്താവ് നിന്റെ മുമ്പിൽ പരാജിതരാക്കി തരും. നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ പുറപ്പെട്ടു വരും, നിന്റെ മുമ്പിൽ അവർ 7 വഴികളിലൂടെ പലായനം ചെയ്യും. നിന്നോടൊപ്പം നിന്റെ കളപ്പുരകളിലും നിന്റെ സകല പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം ഏർപ്പാടാക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗങ്ങളിൽ നീ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ അവിടുത്തെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിന്റെ നാമം നിന്റെ മേൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലെ സകല ജനങ്ങളും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് കർത്താവ് ശപഥം ചെയ്തിട്ടുള്ള മണ്ണിൽ നിന്റെ ഉദരഫലത്തിലും മൃഗസമ്പത്തിലും നിലത്തിന്റെ വിളവിലും ഐശ്വര്യത്തിനായ കർത്താവ് നിന്നെ സമ്പന്നനാക്കും. നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ നൽകുന്നതിനും നിന്റെ കരവേല മുഴുവനെയും അനുഗ്രഹിക്കുന്നതിനുമായി കർത്താവ് തന്റെ ഐശ്വര്യ സംഭരണിയായ ആകാശം നിനക്കായി തുറക്കും. അനേകം ജനതകൾക്കു നീ കടം കൊടുക്കും, എന്നാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ജാഗ്രതയോടെ അനുഷ്ഠിക്കുന്നതിനായി ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ചാൽ കർത്താവ് നിന്നെ അണിയായല്ല നേതാവായി സ്ഥാപിക്കും. നിനക്ക് ഉദ്ഗതി മാത്രമായിരിക്കും, അധോഗതി ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഇന്ന് നിങ്ങളെ അനുശാസിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊന്നും അന്യദേവന്മാരെ അനുഗമിച്ച് അവരെ സേവിക്കാനായി നീ ഇടം വലം വ്യതിചലിക്കരുത്. ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും കാത്തുപാലിക്കാനുള്ള അവിടുത്തെ സ്വരം നീ അനുസരിക്കാതിരുന്നാൽ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്നുകൂടും. നഗരത്തിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും, വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന പാത്രവും ശപിക്കപ്പെട്ടതായിരിക്കും. നിന്റെ ഉദരഫലവും നിന്റെ ഭൂമിയുടെ വിളവും കാലിക്കിടാങ്ങളും ആട്ടിൻകുട്ടികളും ശപിക്കപ്പെട്ടതായിരിക്കും. നീ അകത്തു വരുമ്പോൾ ശപിക്കപ്പെട്ടവനായിരിക്കും, പുറത്തു പോകുമ്പോഴും ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ ദുഷ്കൃത്യങ്ങൾ മൂലം നീ എന്നെ ഉപേക്ഷിച്ചതിനാൽ നീ വേഗത്തിൽ നശിച്ച് ഇല്ലാതാകുന്നത് വരെ നിനക്കെതിരെ നീ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കുമെതിരെ കർത്താവ് ശാപവും ക്ലേശവും ശകാരവും അയക്കും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് ബാധ നിന്നെ ഇല്ലാതാക്കും വരെ കർത്താവ് അത് നിന്നോട് ചേർത്ത് നിർത്തും. ക്ഷയം, പനി, വീക്കം, അത്യുഷ്ണം, വാൾ, വരൾച്ച, പൂപ്പൽ എന്നിവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. നീ നശിക്കുന്നത് വരെ ഇവ നിന്നെ വേട്ടയാടും. നിന്റെ തലയ്ക്കും മീതെയുള്ള ആകാശം പിച്ചളയും താഴെയുള്ള ഭൂമി ഇരുമ്പും ആകും. നിന്റെ ദേശത്തിനുള്ള മഴ കർത്താവ് പൊടിയായും പൂഴിയായും വർഷിക്കും. നീ നശിക്കും വരെ ആകാശത്ത് നിന്ന് അത് നിന്റെ മേൽ നിപതിക്കും. നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് നിന്നെ പരാജിതനാക്കും. ഒരു വഴിയിലൂടെ നീ അവനെതിരായി ചെല്ലും, 7 വഴികളിലൂടെ നീ അവന്റെ മുമ്പിൽ പിന്തിരിഞ്ഞോടും. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങൾക്കും നീ ഒരു ബീഭത്സ വസ്തുവായി തീരും. നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായി തീരും. അവയെ ആട്ടിപ്പായിക്കാൻ ആരുമുണ്ടാവുകയില്ല. ഈജിപ്തുകാരുടെ പരുക്കളും കുരുക്കളും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. സുഖപ്രാപ്തി നിനക്ക് അസാധ്യമായിരിക്കും. ഭ്രാന്തും അന്ധതയും ചിത്രഭ്രമവും കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. കുരുടൻ കൂരിരുട്ടിൽ തപ്പിത്തടയുന്നത് പോലെ നീ മധ്യാഹ്നത്തിൽ തപ്പിത്തടയുന്നവനാകും. നിന്റെ വഴികൾ നീ വിജയത്തിലെത്തിക്കുകയില്ല. എക്കാലവും നീ മർദ്ദിതനും ചൂഷിതനുമായിരിക്കും. രക്ഷകനായി ആരുമുണ്ടാകുകയില്ല. നീ ഒരു സ്ത്രീയെ പ്രതിസുത വധുവാക്കും, എന്നാൽ മറ്റൊരുവൻ അവളെ ബലാത്സംഗം ചെയ്യും. നീ വീട് പണിയും, എന്നാൽ അതിൽ വസിക്കുകയില്ല. നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും, എന്നാൽ നീ അത് അനുഭവിക്കുകയില്ല. നിന്റെ കാള നിന്റെ കൺമുമ്പിൽ അറക്കപ്പെടും, എന്നാൽ നീ അതിലൽപ്പവും ഭക്ഷിക്കുകയില്ല. നിന്റെ കഴുത നിന്റെ മുമ്പിൽ നിന്ന് തട്ടിയെടുക്കപ്പെടും, അത് നിന്റെ പക്കൽ തിരിച്ചെത്തില്ല. നിന്റെ ആടുകൾ നിന്റെ ശത്രുക്കൾക്ക് നൽകപ്പെടും. നിനക്ക് രക്ഷകനായി ആരുമുണ്ടാകില്ല. നിന്റെ പുത്രീപുത്രന്മാർ അന്യജനത്തിന് നൽകപ്പെടും. ദിവസം മുഴുവൻ നിന്റെ കണ്ണുകൾ അവരെ നോക്കിയിരുന്ന് തളരും. നിന്റെ കരം അശക്തമായിരിക്കും. നിന്റെ നിലത്തിന്റെ വിളവും നിന്റെ സകല അധ്വാനവും നീ അറിയാത്ത ജനത ഭക്ഷിക്കും.
നീ എക്കാലവും മർദ്ദിതനും പീഡിതനും തന്നെയായിരിക്കും. നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യം മൂലം നീ ഭ്രാന്തനാകും. നിന്റെ കാൽമുട്ടുകളിലും തുടകളിലും നിനക്ക് സുഖപ്പെടുത്താനാവാത്ത രൂക്ഷമായ പരുകൊണ്ട് കർത്താവ് നിന്നെ ആപാദചൂഡം പ്രഹരിക്കും. നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനതയുടെ അടുത്തേക്ക് നിന്നെയും നിന്റെ മേൽ നീ അവരോധിക്കുന്ന നിന്റെ രാജാവിനെയും കർത്താവ് നടത്തിക്കും. അവിടെ നീ കല്ലും തടിയുമായ അന്യദേവന്മാരെ സേവിക്കും. കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്നിടത്തെ സകല ജനങ്ങളുടെയും ഇടയിൽ നീ പഴഞ്ചൊല്ലും പരിഹാസവും സംഭീതിയുമായി തീരും. നീ വയലിൽ ധാരാളം വിത്തിറക്കും, എന്നാൽ കുറച്ചേ ശേഖരിക്കുകയുള്ളൂ. എന്തെന്നാൽ വെട്ടുക്കിളി അവ തിന്നൊടുക്കും. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അധ്വാനിക്കുകയും ചെയ്യും, എന്നാൽ നീ വീഞ്ഞു കുടിക്കുകയില്ല, ശേഖരിക്കുകയുമില്ല. കാരണം പുഴു അത് തിന്നൊടുക്കും. നിന്റെ പ്രദേശം മുഴുവനിലും നിനക്ക് ഒലിവുകൾ ഉണ്ടായിരിക്കും, എന്നാൽ ഒലിവുകായി കൊഴിഞ്ഞു പോകുകയാൽ എണ്ണ നീ പുരട്ടുകയില്ല. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും, എങ്കിലും അവർ നിനക്കുള്ളതായിരിക്കുകയില്ല. അവർ തടവിലേക്ക് പോകും. നിന്റെ സകല വൃക്ഷവും ഭൂമിയുടെ വിളവും വെട്ടുക്കിളി സ്വന്തമാക്കും. നിന്റെ മധ്യയുള്ള പ്രവാസി നിനക്കുമേൽ പടിപടിയായി ഉയരും. നീയാകട്ടെ അടിക്കടി താഴും. അവൻ നിനക്ക് കടം തരും. അവന് കടം കൊടുക്കുവാൻ നിനക്കാവില്ല. അവൻ അധിപനായി തീരും, നീ അധീനനായി മാറും. നീ നാശമടയുന്നതുവരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്ന് നിന്നെ പിന്തുടർന്ന് കീഴടക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ച അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതിന് അവിടുത്തെ സ്വരം നീ അനുസരിച്ചില്ല. അവ നിനക്കെതിരെയും നിന്റെ സന്തതിക്കെതിരെയും എന്നേക്കുമുള്ള അടയാളവും അത്ഭുതവുമായി തീരും. എല്ലാറ്റിൻ്റെയും സമൃദ്ധിയിൽ നിന്ന് നീ നിന്റെ ദൈവമായ കർത്താവിനെ സന്തോഷത്തിലും ഹൃദയ നന്മയിലും ശുശ്രൂഷിക്കാത്തതിനു പകരമായി വിശപ്പിലും ദാഹത്തിലും നഗ്നതയിലും എല്ലാറ്റിൻ്റെയും ദാരിദ്ര്യത്തിലും കർത്താവ് നിനക്കെതിരെ അയക്കുന്ന നിന്റെ ശത്രുക്കളെ നീ സേവിക്കും. ഇരുമ്പുനുകം നിന്നെ നശിപ്പിക്കുന്നത് വരെ അവിടുന്ന് അത് നിന്റെ കഴുത്തിൽ വയ്ക്കും. വിദൂരത്ത് നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകൻ പറക്കുന്നത് പോലെ ഉയർത്തും. ആ ജനതയുടെ ഭാഷ നീ ഗ്രഹിക്കുകയില്ല. വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത്. നീ നാശമടയും വരെ നിന്റെ മൃഗസമ്പത്തും ഭൂമിയുടെ വിളവും അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കും. നിന്നെ നശിപ്പിക്കുന്നത് വരെ അവർ ധാന്യമോ പുതുവീഞ്ഞോ എണ്ണയോ കാലിക്കിടാങ്ങളെയോ ആട്ടിൻകുട്ടികളെയോ നിനക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയില്ല. നിന്റെ ദേശത്തെല്ലാം നീ വിശ്വാസമർപ്പിച്ചിരുന്ന ഉന്നതങ്ങളും അപ്രാപ്യങ്ങളുമായ മതിലുകൾ തകർന്നു വീഴുന്നതുവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഞെരുക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ ഞെരുക്കും. നിന്റെ ശത്രു ഉപരോധം വഴിയും ഉപദ്രവം മൂലവും നിന്നെ ക്ലേശിപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്ന നിന്റെ ഉദരഫലമായ പുത്രീപുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും. നിന്റെ മധ്യയുള്ള ഒരുവൻ ആർദ്രനും അതിമൃദുലനുമാണെങ്കിലും തന്റെ സഹോദരനും പ്രിയതമയ്ക്കും തന്റെ ശേഷിച്ച മക്കൾക്കും നേരെ അയാളുടെ കണ്ണ് നീചമായിരിക്കുന്നത് മൂലം താൻ ഭക്ഷിക്കുന്ന തന്റെ മക്കളുടെ മാംസത്തിൽ നിന്ന് അവരിലാർക്കും അവൻ നൽകുകയില്ല. എന്തെന്നാൽ അവന് ഒന്നും ശേഷിക്കാത്ത വിധം നിന്റെ സകല കവാടങ്ങളിലും ഉപരോധം വഴിയും ഉപദ്രവം വഴിയും ശത്രു നിന്നെ ക്ലേശിപ്പിക്കും. നിന്റെ മധ്യേ അനുകമ്പയും ആർദ്രതയും മൂലം തന്റെ ഉള്ളം കാലുകൊണ്ട് നിലത്ത് തൊടാൻ പോലും മുതിരാത്ത മൃദുലയും ആർദ്രയുമായവളുടെ കണ്ണ് തന്റെ പ്രിയതമനും പുത്രീപുത്രന്മാർക്കും നേരെ നീചമായി വർത്തിക്കും. അവളുടെ ഊരുകൾക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന മറുപിള്ളയ്ക്കും അവൾ പ്രസവിക്കുന്ന സന്താനങ്ങൾക്ക് നേരെ പോലും അവൾ അപ്രകാരം ചെയ്യും. എന്തെന്നാൽ നിന്റെ കവാടങ്ങളിൽ ശത്രു നിന്നെ ക്ലേശിപ്പിക്കുന്ന ഉപരോധവും ഉപദ്രവവും കൊണ്ട് തീവ്ര ദുർഭിക്ഷത്താൽ അവൾ അവ രഹസ്യത്തിൽ ഭക്ഷിക്കും. നിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപൂർണവും ഭീതിതവുമായ ഈ നാമത്തെ നീ ഭയപ്പെടുന്നതിനായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഈ നിയമവചനങ്ങളെല്ലാം അനുഷ്ഠിക്കുവാൻ നീ ശ്രദ്ധിക്കാതിരുന്നാൽ കർത്താവ് നിന്റെ പീഡകളും നിന്റെ സന്തതിയുടെ പീഡകളും വലിയ തീരാവ്യാധികളാലും ഗൗരവമായ മാറാരോഗങ്ങളാലും അചിന്തനീയമാക്കും. നിനക്ക് ഭയകാരണമായിരുന്ന ഈജിപ്തിന്റെ ബാധയെല്ലാം
അവിടുന്ന് നിന്നിലേക്ക് തിരിച്ചുവിടും. അവ നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. കൂടാതെ ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും വ്യാധിയും നീ നാശമടയും വരെ കർത്താവ് നിന്റെ മേൽ വരുത്തും. നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം നീ ശ്രവിക്കാതിരുന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്ന നിങ്ങൾ ചുരുക്കം പേരായി അവശേഷിക്കും. നിങ്ങൾക്ക് നന്മയുളവാക്കുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചതുപോലെ നിങ്ങളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതിലും കർത്താവ് സന്തോഷിക്കും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ പിഴുതെറിയും. ഭൂമിയുടെ ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ സകല ജനപദങ്ങളുടെയും ഇടയിൽ കർത്താവ് നിന്നെ ചിതറിക്കും. അവിടെ നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത കല്ലും തടിയുമായ അന്യദേവന്മാരെ നീ സേവിക്കും. ആ ജനതകളുടെ ഇടയിൽ നിന്റെ മിഴി ചിമ്മുകയോ നിന്റെ ഉള്ളംകാലിന് വിശ്രമം ഉണ്ടാവുകയോ ഇല്ല. അവിടെ കർത്താവ് നിനക്ക് ചകിതമായ ഹൃദയവും മങ്ങിയ കണ്ണുകളും തകർന്ന മനസ്സും നൽകും. നിന്റെ മുമ്പാകെ നിന്റെ ആയുസ് ആടിയുലയും. രാവും പകലും നീ സംഭീതനായിരിക്കും. നിന്റെ ജീവിതത്തിൽ നീ സുരക്ഷിതത്വം അനുഭവിക്കുകയില്ല. നിന്റെ ഹൃദയഭീതിയും നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യം നിമിത്തം പ്രഭാതത്തിൽ നീ പറയും സന്ധ്യയായിരുന്നുവെങ്കിൽ. സന്ധ്യയിൽ നീ പറയും പ്രഭാതമായിരുന്നെങ്കിൽ. നീ കാണാൻ വീണ്ടും തുനിയരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്ന മാർഗത്തിലൂടെ കർത്താവ് നിന്നെ ഈജിപ്തിലേക്ക് കപ്പലുകളിൽ തിരികെ കൊണ്ടുപോകും. അവിടെ നിങ്ങളുടെ ശത്രുക്കൾക്ക് ദാസന്മാരും പരിചാരികമാരുമായി നിങ്ങൾ നിങ്ങളെ തന്നെ വിൽക്കും. എന്നാൽ വാങ്ങാൻ ആരും ഉണ്ടാവുകയില്ല. ഹോറബിൽ വെച്ച് ഇസ്രായേലരുമായി കർത്താവ് ചെയ്ത ഉടമ്പടിക്ക് പുറമെ മോവാബു നാട്ടിൽ വെച്ച് അവരുമായി ചെയ്യാൻ മോശ അവിടുന്ന് അനുശാസിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ. 140 സങ്കീർത്തനം. കർത്താവേ, ദുഷ്ടമനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അക്രമിയിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമേ. ഹൃദയത്തിൽ തിന്മകൾ നിരൂപിക്കുന്നവർ ദിവസം മുഴുവൻ കലഹങ്ങൾ ഇളക്കിവിടുന്നു. സർപ്പത്തെ പോലെ അവർ തങ്ങളുടെ നാവ് മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്കു കീഴിൽ അണലി വിഷമാണ്. കർത്താവേ, ദുഷ്ടന്റെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അക്രമിയിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമേ. അവർ എൻ്റെ കാലടികൾ തെറ്റിക്കാൻ പര്യാലോചിക്കുന്നു. ഗർവിഷ്ഠർ എനിക്ക് കെണി ഒരുക്കിയിരിക്കുന്നു. അവർ എനിക്ക് ചരടുകൾ വലയായി വിരിച്ചിരിക്കുന്നു. വഴിയോരത്ത് എനിക്കായി കുടുക്കുകൾ തയ്യാറായി കഴിഞ്ഞു. കർത്താവിനോട് ഞാൻ പറഞ്ഞു, അങ്ങാണ് എൻ്റെ തമ്പുരാൻ. കർത്താവേ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. നാഥനായ കർത്താവേ, എൻ്റെ രക്ഷാശക്തിയെ, യുദ്ധസന്നാഹ ദിനം എൻ്റെ ശിരസിന് കവചമായത് അങ്ങാണ്. കർത്താവേ, ദുഷ്ടന്റെ അഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കരുതേ. അങ്ങ് അവന്റെ ദുരുപായം സഫലമാക്കരുതേ. അവർ അഹങ്കരിക്കാതിരിക്കട്ടെ. എന്നെ വലയം ചെയ്യുന്നവർ ഒരു സംഘമാണ്. അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ മൂടട്ടെ. അവർ തങ്ങളുടെ മേൽ കനലുകൾ ചൊരിയട്ടെ. അവിടുന്ന് അവരെ തീയിൽ വീഴ്ത്തട്ടെ. എഴുന്നേൽക്കാനാവാത്ത വിധം കുഴികളിലും. ഏഷ്ണിക്കാരൻ ഭൂമിയിൽ സ്ഥിരപ്പെടാതിരിക്കട്ടെ. അക്രമകാരിയെ ദുരന്തം തുടർ പ്രഹരങ്ങളാൽ വേട്ടയാടട്ടെ. അഗതിയുടെ വ്യവഹാരവും ദരിദ്രരുടെ ന്യായവും കർത്താവ് നടത്തിക്കൊടുക്കുമെന്ന് ഞാൻ അറിയുന്നു. നീതിമാന്മാർ തിരുനാമത്തിന് തീർച്ചയായും കൃതജ്ഞതയർപ്പിക്കും. പരമാർത്ഥ ഹൃദയർ അങ്ങയുടെ മുഖതാവിൽ വസിക്കും. 141 സങ്കീർത്തനം. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കായി തിടുക്കം കൂട്ടണമേ. അങ്ങയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ സ്വരത്തിന് ചെവി തരണമേ. തിരുസന്നിധിയിൽ ധൂപാർച്ചനയായി എൻ്റെ പ്രാർത്ഥനയും സായാഹ്നത്തിൽ ധാന്യയാഗമായി എൻ്റെ കരതലമുയർത്തലും എണ്ണപ്പെടട്ടെ. കർത്താവേ, എൻ്റെ വായ്ക്ക് കാവലേർപ്പെടുത്തണമേ. എൻ്റെ അധര കവാടത്തിനു മേൽ സൂക്ഷ്മമുണ്ടായിരിക്കണമേ. ദുഷ്കർമ്മികളായ മനുഷ്യരോടൊത്ത് ദുഷ്ടതയിൽ അകൃത്യങ്ങൾ ചെയ്യാൻ അധമകാര്യത്തിന് എൻ്റെ ഹൃദയം വിധേയമാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ ഞാൻ രുചിക്കാതിരിക്കട്ടെ. നീതിമാൻ എന്നെ പ്രഹരിക്കട്ടെ, അത് കാരുണ്യമാണ്. അവൻ എന്നെ ശാസിക്കട്ടെ, അത് ഉത്തമ തൈലമാണ്. എൻ്റെ ശിരസ് അത് തടയാതിരിക്കട്ടെ. ഇനിയും എൻ്റെ പ്രാർത്ഥന ദുഷ്ടരുടെ തിന്മകൾക്കെതിരാണല്ലോ. അവരുടെ ന്യായാധിപന്മാർ ബലിഷ്ഠകരങ്ങളാൽ തള്ളി വീഴ്ത്തപ്പെട്ടു. അക്കൂട്ടർ എൻ്റെ വചസ്സുകൾ കേട്ടിരുന്നു. അവ അഭികാമ്യമായിരുന്നല്ലോ.
ഭൂമിയിൽ ചാലുകീറുകയും കിടങ്ങു കുഴിക്കുകയും ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളവായിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. നാഥനായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ അങ്ങയുടെ നേർക്കാണല്ലോ. അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്റെ ആത്മാവിനെ ക്ഷയിപ്പിക്കരുതേ. അവർ എനിക്കൊരുക്കിയ കെണിക്കൈകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടുക്കുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകും വരെ ദുഷ്ടർ ഒന്നടങ്കം സ്വന്തം വലകളിൽ നിപതിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 40 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ വരവേറ്റു. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജായിറോസ് എന്നു പേരുള്ള ഒരുവൻ വന്നു. അയാൾ സിനഗോഗിലെ അധികാരിയായിരുന്നു. അയാൾ യേശുവിന്റെ കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചു. കാരണം 12 വയസ്സോളം പ്രായമുള്ള അവന്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. അവൻ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 വർഷമായ രക്തസ്രാവം ഉണ്ടായിരുന്നവളും സമ്പാദ്യം മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? എല്ലാവരും നിഷേധിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറിഞ്ഞിരിക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ തൽക്ഷണം സുഖമാക്കപ്പെട്ടു എന്നും ജനം മുഴുവന്റെയും മുമ്പാകെ അറിയിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോവുക. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട. ഇത് കേട്ട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ രക്ഷപ്പെടും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടെ അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികേ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ആത്മാവ് തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും നൽകാൻ അവൻ നിർദ്ദേശിച്ചു. അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുത സ്തബ്ധരായി. സംഭവിച്ചതെന്തെന്ന് ആരോടും പറയരുതെന്ന് അവൻ കൽപ്പിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.